ഒരു സങ്കടമുണ്ട്, പക്ഷേ വിഷമമൊന്നുമില്ല, പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ എന്നുള്ളൊരു മൈൻഡാണോ? ദേശീയ സെക്രട്ടറി എന്ന് പറയാലോ, സംസ്ഥാനത്തേക്കാൾ വലുതാണല്ലോ ദേശീയം. അപ്പോൾ അങ്ങനെ സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അവനെ കണ്ണ് ചിമ്മിട്ട് പറ, തീരെ വിഷമമില്ല. ഇല്ല, അതിനകത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഓരോ പ്ലാറ്റ്ഫോമുകൾ പാർട്ടി തരുന്നതാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഏത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കാവുന്നതാണ് സംസ്ഥാന അധ്യക്ഷനാകാമെന്നുള്ളത്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ പാർട്ടി എനിക്ക് മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കാൻ, ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എന്നാലും ഒരു ഓട്ട മത്സരമൊക്കെ ആകുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനം അയോഗ്യനായി, ഒന്നാമതെത്തിയ ആൾ അയോഗ്യനായി, അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത് വരേണ്ട ആളല്ലേ അവിടെ? അല്ല, അങ്ങനെയല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓട്ട മത്സരമല്ലല്ലോ ഇത് പലവിധ സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ടിയുടെ പൊസിഷനുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അത് പ്രവർത്തിക്കാൻ ഒരു അവസരം തരുവായെന്ന് വെച്ചാൽ അതും ഒരു ഒന്നാം സ്ഥാനം തന്നെയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം കിട്ടിയതിൽ ഞാൻ പരിപൂർണമായി ഇപ്പോൾ തൃപ്തനാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അന്നൊരു വൈകാരികമായിട്ട് എടുത്തിരുന്നു. അത് അന്നത്തെ ഒരു പ്രതികരണമൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ മതമാണോ പ്രശ്നമായതെന്ന തരത്തിലുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല സത്യത്തിൽ. അതും സത്യത്തിൽ എന്നോട് ഒരു പത്രം, ഞാനത് ഒരു പ്രാവശ്യം ക്ലിയർ ചെയ്താൽ ഒന്നുകൂടെ പറയാം. എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയതാണോ നിങ്ങൾ തഴയപ്പെടാൻ കാരണം? അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ കടന്നു വന്നത് KSUവിലൂടെയാണ്. അപ്പോൾ KSUവിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നുള്ളതാണ്. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ മുദ്രാവാക്യം പേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ മതം നോക്കി ഒരു സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം വളരെ കൗശലക്കാരായ ആളുകൾ ഈ അങ്ങനെ ഇല്ലല്ലോ എന്നുള്ളതങ്ങ് മാറ്റിയിട്ട് അത് പറ്റുമോ എന്നുള്ളത് വരെയാക്കി കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. ഞാൻ ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു ലേബൽ ആഗ്രഹിക്കുകയുമില്ല. അത് കിട്ടിയാൽ ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറുമല്ല. എന്നെ വളരെ സെക്യുലറായ പൊസിഷൻ എടുത്താണ് എന്നെ എൻ്റെ പാർട്ടി പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ പൊസിഷനിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെയാണ് ഈ നിമിഷം വരെ നിന്നിട്ടുള്ളത്. മതം നോക്കി തന്നെയല്ലേ എടുത്തത്? അല്ലെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് ഒരാളിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവർ പരിശോധിക്കപ്പെടും. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ വരുമ്പോൾ വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കപ്പെടും. അതിൽ മതം നോക്കി എന്നുള്ളതൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മറ്റു പല കാര്യങ്ങൾ അവർ പരിശോധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ സേവനം ദേശീയതലത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ പലതും നോക്കിയിട്ടാകാം അത് തീരുമാനിച്ചു. കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും. ഞാൻ ദേശീയതലത്തിൽ ഇതിനു മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ NSUയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് ദില്ലി സർവകലാശാല ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ചാർജ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ദേശീയതലത്തിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു അവസരം കിട്ടി അത് പ്രവർത്തിക്കുന്നു. അവസരമാണോ ഒരു അവസ്ഥയായിരുന്നു? അല്ല, ഇതൊരു അവസരം തന്നെയാണ്.